മാങ്ങാട്ടിടം അയ്യപ്പൻതോട് പുതിയ പാലത്തിന്റെ അപ്രോച്ച് റോഡ് ടാറിംഗ് അനിശ്ചിതമായി വൈകുന്നു. ടാറിങ്ങിനായി ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചിട്ട് ഒരു മാസമാവുമ്പോഴും പ്രവൃത്തി എങ്ങും എത്തിയിട്ടില്ല. കാൽനട യാത്ര പോലും ദുസ്സഹമായതോടെ ദുരിതം പേറുകയാണ് യാത്രക്കാരും നാട്ടുകാരും. ഇപ്പം എത്ര പേര് വീണെന്ന് തന്നെ പറയാൻ പറ്റത്തില്ല. മഴയായപ്പോൾ നല്ല ചളിയായിട്ടാണ് ഉള്ളത്. നടന്നു പോകാൻ വരാത്ത സ്ഥിതിയാണ്. ഈ ടൂ വീലർ പോലത്തെ വാഹനങ്ങൾക്ക് പോകാനെങ്കിലും ഒരു സൗകര്യം ഉണ്ടാക്കണ്ടേ. ഇത് 20-ാം തീയതി പോയിട്ട് അടുത്ത മാസം 20-ാം തീയതി പണി തീരുമെന്ന് തോന്നുന്നില്ല. ചളി അവിടെ നോക്കിയേ, ഇന്നലെ രാത്രി 2 സ്ത്രീകൾ വീണ്. ഇന്നലെ രാത്രി കിണവക്കൽ വേങ്ങാട് റോഡിൽ അയ്യപ്പൻതോട് പുതിയ പാലത്തിന്റെ അപ്രോച്ച് റോഡിന്റെ ടാറിംഗ് ഉൾപ്പെടെയുള്ള പ്രവൃത്തികൾക്കായി കഴിഞ്ഞ മാസം 22 മുതൽ ഈ മാസം 20 വരെ ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിച്ച് വാഹനങ്ങൾ വഴിതിരിച്ചു വിട്ടിരുന്നു. ഒരു മാസമാവുമ്പോഴും പ്രവൃത്തി എങ്ങും എത്തിയില്ല. വേനൽ മഴ ശക്തമായതോടെ ഇതുവഴി കാൽനടയാത്ര പോലും ദുസ്സഹമായി. ഇവിടെ ഇപ്പോ ഫുള്ള് ചളിയാണെന്ന് വെച്ചാൽ ഇവര് 20-ാം തീയതിയൊക്കെ പണി തീർക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് 20-ാം തീയതി പോയിട്ട് അടുത്ത മാസം 20-ാം തീയതി പണി തീരുമെന്ന് തോന്നുന്നില്ല. ആ രീതിയിലാണ് ഇപ്പൊ പണി കഴിഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. നടന്നു പോകാനും എല്ലാം ബുദ്ധിമുട്ടാണ്, വാഹനങ്ങൾക്കും വളരെ ബുദ്ധിമുട്ടാണ്. ആ രീതിയിലാണ് ഇത് എത്ര ജനങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ട് ഇതിനെ കൊണ്ട്. ഇവിടെ വെച്ചാൽ ഇപ്പോൾ ഒരു മാസത്തോളമായി ഇതിങ്ങനെ ചെയ്തിട്ടിട്ട്. അത് നമുക്ക് വണ്ടി എടുത്തിട്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വീണിട്ടുണ്ടെങ്കിൽ നല്ല എല്ലാം ചളി കിടക്കും. ഇപ്പം എത്ര പേര് വീണെന്ന് തന്നെ പറയാൻ പറ്റത്തില്ല. മഴയായപ്പോൾ നല്ല ചളിയായിട്ടാണ് ഉള്ളത്. റോഡ് പണി ഇപ്പോൾ ഒന്നും തുടങ്ങിയിട്ടില്ല, ഒന്നും ആയിട്ടില്ല. ഇപ്പോൾ ഇത് എത്ര ദിവസത്തേക്ക് എന്താണെന്ന് അറിയത്തില്ല. എത്രയും പെട്ടെന്ന് ഒന്ന് ഇത് പണി തീർക്കാമെന്ന്. നടന്നു പോകാനില്ല. ഇപ്പം എൻ്റെ വണ്ടി തന്നെ എൻ്റെ വണ്ടിയിൽ വേറൊരു ചേട്ടൻ ഞാൻ ഇപ്പുറത്തേക്ക് ആക്കിക്കണം. നമുക്ക് എല്ലാവർക്കും ആ ധൈര്യം കിട്ടണമെന്നില്ല വണ്ടി എടുത്ത് വരാൻ, ആ ചളിയിൽ വരാൻ വേണ്ടി. വെള്ളം കെട്ടിക്ക് നിൽക്കുകയാണ് അവിടെയെങ്കിലും ഒന്ന് ക്ലിയർ ആക്കുക. കഴിഞ്ഞ ദിവസം മുതൽ ഇതുവഴി ചെറുവാഹനങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിലും ഏറെ പ്രയാസം അനുഭവിക്കുന്നുണ്ട്. ഇങ്ങനെ ആദ്യ പൈയിലായിട്ടല്ലേ ഉള്ളു, ഒന്നും ആയിട്ടില്ലല്ലോ. ഇത് ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടാണ് ഇത് ചെയ്യേണ്ടത്. ഇത് ഉപകാരപ്രദമായിട്ടല്ല ചെയ്യുന്നത്, ദ്രോഹപരമായിട്ടാണ് ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. നടന്നു പോയിട്ടില്ല. മാർച്ചിൽ തീരേണ്ട വർക്ക് മാർച്ച് കഴിഞ്ഞ് ഏപ്രിൽ കഴിഞ്ഞ് മെയ് ആയി. ഇനി മഴയായി. ഇനി മഴ പറയാം. മഴയത്ത് അറിയാൻ പറ്റാത്ത. പക്ഷേ ജനങ്ങൾ ദുരിതത്തിലാണ്. പറയുന്ന ഉദ്യോഗസ്ഥന്മാർ 4 ദിവസം ഓഫീസിൽ നിന്നോ അല്ലെങ്കിൽ വീട്ടിൽ നിന്നോ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോൾ എന്താ ചെയ്യുക? വ്യക്തിപരമായിട്ട് അവർക്ക് ബുദ്ധിമുട്ട് വരുമ്പോൾ ഇത് എല്ലാ ആളുകളോടും നിങ്ങൾ നോക്കി മണ്ണ് ഈ ജല്ലിട്ടത് ഇതിൻ്റെ ഒരു ആവശ്യകത എന്താ? ലോജിക്ക് എനിക്ക് അതിൻ്റെ ശാസ്ത്രീയ വശമൊന്നും അറിയില്ല. ലോജിക്കുന്നതിൻ്റെ പിന്നെ ഇപ്പം ഈ ജല്ലിട്ടാണ്ടെങ്കിൽ എന്തിനാ ഇത്ര ഉയരത്തിലിരിക്കുന്നത്? ഇത് ലെവൽ ചെയ്തിട്ട് ആ സൈഡ് ഇവിടുന്ന് 25 മീറ്ററേ ഉള്ളൂ. 25 മീറ്റർ നീളത്തിൽ ഈ കൂട്ടിയിട്ട ജെല്ലി ലെവൽ ചെയ്ത് കഴിഞ്ഞാൽ റോഡിൻ്റെ അകത്ത് വാഹനം പോയിട്ടോ ആൾ കടന്നു ഇത് അമർന്ന് നിൽക്കും. എന്നാൽ ജനങ്ങൾക്ക് ചളിയില്ലാതെ പോവുക. അവർ താറിങ്ങുകയും മനഃപൂർവ്വം ചെയ്യാതിരിക്കുന്ന. ഇപ്പോൾ ഒരു വർക്ക് ചെയ്യും ആദ്യം നമ്മൾ ഇറക്കുക, താറാണ് കൊണ്ട് ഇറക്കുക. ഇവരിപ്പോൾ താറില്ല എന്നുള്ളൊരു കാരണം പറഞ്ഞിട്ട് നീട്ടിക്കൊണ്ട് പോകാൻ ഒരു മാസം കഴിഞ്ഞില്ല അടച്ചിട്ട്. ഇത് അടച്ചിട്ട് 2 മാസമായി. ഇതുവഴി പോവേണ്ട സ്വകാര്യ ബസ്സുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ കിണറ്റിന്റെ വിട, ശങ്കരനല്ലൂർ, കൈതച്ചാൽ റോഡ് വഴിയാണ് വഴിതിരിച്ചു വിടുന്നത്. ആ റോഡ് ചെറിയ റോഡായതും റോഡ് തകർന്നതും വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട്. ഇതിന് ബദലായിട്ട് പോകേണ്ട റോഡുകളെല്ലാം മോശക്കാർക്ക് പോകാൻ ഇപ്പൊ കഴിയുന്നില്ല. വല്ലാതൊരവസ്ഥയിലാണ്. എല്ലാം വളരെ മോശപ്പെട്ട ചെറിയ റോഡാണെങ്കിൽ ഫുള്ള് കൊണ്ടും കുഴിയായിട്ട് ഒരു വാഹനങ്ങൾക്കും മര്യാദയ്ക്ക് പോകാൻ കഴിയും. എന്നാൽ ഇത് ചെയ്യുന്നതിന് മുന്നേ ആ റോഡൊന്നും ക്ലിയർ ചെയ്തിട്ട് വേണമെങ്കിൽ ഇപ്പോൾ ഇതിൽ അതിലെ റോഡ് എന്ന് പറയാൻ പറ്റും. ഇപ്പൊ വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ടാറിന്റെ വിലവർധനവും ലഭ്യതക്കുറവും ഒപ്പം വേനൽ മഴയുമാണ് ടാറിംഗ് വൈകാൻ കാരണമെന്നാണ് അറിയുന്നത്. എത്രയും വേഗം ടാറിംഗ് പൂർത്തിയാക്കി പാലം ഗതാഗതത്തിന് തുറന്നു കൊടുക്കണമെന്ന ആവശ്യം ശക്തമാണ്. ഗ്രാമിക ന്യൂസ്, കൂത്തുപറമ്പ്.